സർ, ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ എങ്ങോട്ടാണ് എത്തിച്ചേരുക? ചർച്ചയിൽ പരിഹാരമുണ്ടാകുമോ? ഇറാൻ വഴങ്ങുമോ അമേരിക്കൻ ഡീലിന്? ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് അമേരിക്കയും ഇറാനുമായിട്ട് ഈ ആണവ പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഒമാനിലാണ് പ്രധാനമായും ഈ ചർച്ചകൾ നടക്കുന്നത്. ഇറാൻ്റെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും തമ്മിൽ ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ ചർച്ചകൾ ഏതാണ്ട് ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വേളയിലാണ് പെട്ടെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡൻറ്റിനെ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ചർച്ച നടക്കുന്നതിന് ശേഷം അമേരിക്കൻ പ്രസിഡൻറ്റ് ഇപ്പോൾ പറയുന്നത്, അമേരിക്ക പറയുന്നതനുസരിച്ച് ഇറാൻ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഇറാൻ്റെ ഭരണകൂടത്തെ തന്നെ ഞങ്ങൾ മാറ്റും, ഞങ്ങൾ അവിടത്തേക്ക് സേനകളെ അയക്കുകയാണ്, അത് ഭരണകൂടത്തെ മാറ്റുന്നില്ലെങ്കിൽ ഇറാൻ വലിയ പ്രതിസന്ധികളും നഷ്ടങ്ങളും നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇറാൻ്റെ പ്രതികരണം, ഇതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഇറാൻ്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കത്തില്ല. ആണവ പദ്ധതികൾ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ ആണവ പദ്ധതി സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മറ്റ് രാജ്യങ്ങളെപ്പോലെ ആണവ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെപ്പോലെ ആണവ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ആണവ ആയുധം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് സറണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു കരാറിനും പോകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ എങ്ങോട്ടിനി പോകുമെന്നുള്ളത് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും സംഘട്ടനത്തിൻ്റെ ഒരു ഭാഷ പുറത്തെടുക്കുമ്പോൾ തന്നെ ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്. ട്രംപിൻ്റെ മരുമകനും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ദൂതൻ, ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും അടുത്ത ചൊവ്വാഴ്ച ജനീവയിൽ വെച്ച് ഒമാൻ്റെ തന്നെ മധ്യസ്ഥയിൽ വീണ്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾ ഫലപ്രദമായില്ലെങ്കിൽ, ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ ഫലപ്രദമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ ഇറാൻ്റെ ഭരണകൂടത്തെ മാറ്റുകയോ ഇറാനെതിരായിട്ടുള്ള സൈനികാക്രമണങ്ങൾ നടത്തുകയോ ചെയ്യും എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. സർ, 47 വർഷമായില്ലേ, ഇനി ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കുന്നതാണ് ഇറാന്റെ ഭാവിക്ക് നല്ലതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുന്നു. ഭരണമാറ്റം സത്യത്തിൽ ഇറാനിൽ സാധ്യമാകുമോ? ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൽ ഭരണമാറ്റം നടത്തണമെന്ന് പറയാൻ അമേരിക്ക എന്ന് പറയുന്ന വേറൊരു രാജ്യത്തിന് എന്താ അവകാശം? യാതൊരു അവകാശവുമില്ല. ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ്, ആ കോണ്ടക്സിലാണ് ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വാസ്തവത്തിൽ ഈ അമേരിക്ക നിരന്തരമായി ലോകത്തൊട്ടാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ലോക രാജ്യങ്ങളെല്ലാം റൂൾസ് ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ചട്ടപ്രകാരമുള്ള ലോകക്രമം അംഗീകരിക്കണം എല്ലാ ലോകരാജ്യങ്ങളും എന്നാണ്. എന്താ ചട്ടപ്രകാരമുള്ള ലോകക്രമം? ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ അംഗീകരിക്കണം. അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കരാറുകളും എഗ്രിമെൻറ്റുകളും നിയമങ്ങളും ലോകരാജ്യങ്ങൾ അംഗീകരിക്കണമെന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ രാജ്യവും മറ്റു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകക്രമം, ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് അമേരിക്ക പറയുകയും അതേസമയം ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും അട്ടിമറിക്കുകയും ഇല്ലാതാക്കുകയും തൃണവൽഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട് ട്രംപ് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ആഗോള ലോകക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ട കാര്യം. എന്ന് മാത്രമല്ല, ഈ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ലോകമൊട്ടാകെ പറയുന്നത് ഈ സാമ്രാജ്യത്വ വിദേശ നയമാണ്. അതായത് അവരുടെ അധീശത്വം ലോകത്തൊട്ടാകെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി എന്ത് ഹീനമാർഗവും സ്വീകരിക്കുന്ന രീതിയാണ് അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, ആ ഒരു നിയോ ഇമ്പീരിയലിസം എന്നൊക്കെ പറയാവുന്ന സ്വഭാവമുള്ള വിദേശ നയം മാറിയിട്ട് ഇപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷം ട്രംപിൻ്റെ ഇമ്പീരിയലിസമാണ് നടക്കുന്നത്. അതിനെ ഇപ്പോൾ നമുക്ക് ഈ ട്രംപീരിയലിസം എന്ന് വിശേഷിപ്പിക്കാം. എന്താ വെച്ചാൽ ഇമ്പീരിയലിസത്തിന് നമുക്ക് ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും, അവരെന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഈ ട്രംപിൻ്റെ കാര്യത്തിൽ, ഈ ട്രംപീരിയലിസത്തിൻ്റെ കാര്യത്തിൽ ഈ ട്രംപ് അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് ലോകത്ത് ആർക്കും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഈ അപ്രതീക്ഷിതമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കണക്ക് പ്രവർത്തിക്കുമെന്നൊക്കെ തരത്തിൽ ഉള്ള ഒരു ആഗോള ലോകക്രമമായി ലോകക്രമം മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ കാണേണ്ട
മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ട്രംപ് പറയുന്നത് ഞാനാണ് ലോകത്തിൻ്റെ മുഴുക്ക ചക്രവർത്തി, ഞാൻ പറയുന്നതനുസരിച്ച് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും പ്രവർത്തിച്ചോണം, അല്ലെങ്കിൽ ഞാൻ അവർക്കെതിരെ എല്ലാം ഈ ചുങ്കം ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അവർക്കെതിരെ എല്ലാം സൈനിക ആക്രമണങ്ങൾ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെ ലോക രാഷ്ട്രീയത്തെ മുഴുക്ക ചവിട്ടി അരയ്ക്കുകയാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ജനുവരി മാസം 3-ാം തീയതി അദ്ദേഹം കാണിച്ചു കൂട്ടിയ എല്ലാ തരത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളെയും അന്തർദേശീയ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു രാജ്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കടന്നു കയറി അദ്ദേഹത്തിൻ്റെ ഭാര്യയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അമേരിക്കയിലെ ജയിലിലിട്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കും. അപ്പോൾ ഇങ്ങനെ അതായത് ഈ അമേരിക്കയോടൊപ്പം സൈനികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രാജ്യങ്ങളാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും. ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ എങ്ങനെ ഉറങ്ങാൻ കഴിയും സമാധാനപരമായിട്ട് ഇങ്ങനെ ഒരു ഭരണാധികാരി ലോകത്തുണ്ടെങ്കിൽ? കാനഡ അദ്ദേഹം സ്വന്തം അയൽപക്കത്തുള്ള രാജ്യമായ കാനഡയോട് അദ്ദേഹം പറഞ്ഞു നേരത്തെ, ഞാൻ ഈ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ രാജ്യമാക്കാൻ പോകുന്നു. അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന നാറ്റോയിലെ അംഗമായിട്ടുള്ള യുയിലെ പ്രധാനപ്പെട്ട അംഗമായിട്ടുള്ള ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഗ്രീൻലാൻഡ് അദ്ദേഹം പറയുകയാണ് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്, പനാമ ഏറ്റെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു അതായത് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇറാൻ അവർക്ക് ആണവായുധം അവർ വികസിപ്പിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ശക്തിയുടെ വികസനം സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ തൊട്ടയൽ പക്കത്തുള്ള പശ്ചിമേഷ്യൻ രാജ്യമായ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അനധികൃതമായി ആണവ ബോംബ് ഉണ്ടാക്കി കൈവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആണവ ബോംബ് ഉണ്ടാക്കി കൈവശം വെച്ചിട്ടുള്ള ഒരു രാജ്യം ആ മേഖലയിൽ ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇറാൻ ആണവായുധം ഉണ്ടാക്കിക്കൂടാ? എന്നാൽ ആണവായുധം ഉണ്ടാക്കാത്ത ഒരു രാജ്യത്തിനെതിരായിട്ട് അവർ നടപടിയെടുക്കുകയും ആണവായുധം അനധികൃതമായി എല്ലാ അന്താർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആണവായുധം രഹസ്യമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലിനെതിരായിട്ട് ഒരു നടപടി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ അമേരിക്കയുടെ ഭാഗമെന്ന് തന്നെ പറയാവുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇസ്രായേൽ ആ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ അവരുടെ എല്ലാവിധ കുടിയേറ്റ കൊളോണിയലിസം എന്ന് പറയാവുന്ന ഈ ഗാസയും പാലസ്തീൻ ഉൾപ്പെടെയുള്ളവ കയ്യേറി അവിടുത്തെ ജനങ്ങളെ വംശഹത്യ ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ പദ്ധതി മാത്രമാണിത്. അതിന് ഏറ്റവും നല്ല മകുടോദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഇറാനെതിരായിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങളും ഇറാനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനികമായ നീക്കങ്ങളുമെല്ലാം.